നമുക്കിന്നൊരു പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാൻ വലിയ പാടുമില്ല, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ പൈനാപ്പിൾ പുളിശ്ശേരി. ഇവിടെ അനാനാസ് എന്നാണ് പൈനാപ്പിളിന് പറയുന്നത്. ഞാനിവിടെ കൂടുതലും ഇങ്ങനെ ക്യാനിലുള്ളത് മേടിച്ചിട്ടാട്ടോ പുളിശ്ശേരി ഉണ്ടാക്കാൻ യൂസ് ആക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ടുള്ളതും ക്യാനിൽ കിട്ടും കേട്ടോ. അല്ലാത്തതാണ് മേടിക്കുന്നതെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് തിളപ്പിക്കാൻ വെക്കണം. ഞാനിവിടെ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടുള്ളൂ. അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരപ്പിന് വേണ്ട തേങ്ങ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ജീരകവും കൂടി ഇട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടാണ് പൈനാപ്പിൾ വേവിക്കാൻ വെച്ചിരിക്കുന്നത്. വേണ്ടവർക്ക് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഇടാം. ആ സമയം കൊണ്ട് പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ഇടാം, മധുരത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് തൈര് സെറ്റാക്കി വെക്കാം. ഫ്രിഡ്ജിലിരിക്കുന്ന തൈരാണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. തിളയ്ക്കാൻ പരുവാകുമ്പോഴേക്കും മോരുകറി ഓഫാക്കാം. അപ്പോഴേക്കും നമുക്ക് കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് ആഡ് ചെയ്താൽ മതി. വേറൊന്നും വേണ്ട. ഞാൻ ഉപ്പിട്ടിട്ടില്ല. ഞാനിവിടെ മോരൊന്ന് തണുത്തതിന് ശേഷമാണ് ഉപ്പിടാറ്. നിങ്ങൾക്ക് നേരത്തെ ഉപ്പിട്ട് തിളപ്പിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണം ചെയ്യാം. കടുക് കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. സിമ്പിളാണ്, പക്ഷെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇത്രയും പറഞ്ഞ് ഞാനിവിടെ നിർത്തുന്നു. ബൈ.